Morning, children. Good morning. How are you? Are you fine? Fine? Yes. Our second assessment is over. Most of children wrote very nicely. Attended in very nice. Okay, your participation is very good. So I give special thanks for you. Okay. Then our third term starts. Third term means third spell. Third spell starts. Okay. Today we are studied that chapter 10. Chapter 10, games and recreation. Games and recreation. All are open our previous textbook. Open. Yes, page number 50 open. Page number 50. Games and recreation. Okay. Are you ready? Yes. First, what is games and recreation? ഗെയിംസ് വി ആർ പ്ലേയിങ് ഡിഫറെൻറ്റ് ഗെയിംസ് അല്ലേ. നമ്മൾ പല ഗെയിംസിൽ ഏർപ്പെടാറുണ്ട്. അതുപോലെ തന്നെ റിക്രിയേഷൻ, കളികൾ, ഗെയിംസ്. റിക്രിയേഷൻ മീൻസ് വിനോദങ്ങൾ. നമ്മൾ എല്ലായ്പ്പോഴും നമ്മളെന്താ പറയുക, വർക്ക് അതുപോലെ തന്നെ സ്റ്റഡി ആകുമ്പോൾ നമുക്ക് ബോറടിക്കും അല്ലേ. അപ്പോൾ നമുക്ക് എന്താ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ പല ഗെയിംസിലും അതുപോലെ പല റിക്രിയേഷൻ മീൻസ് പല വിനോദ പരിപാടിയിലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഈ ചാപ്റ്റർ. ഓക്കെ. ദെൻ life would be boring without games and recreation. നമുക്ക് എന്താ പറയുക, പഠിക്കാൻ കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഏത് സമയം പഠിച്ചുകൊണ്ടിരിക്കുക, അതുപോലെ വീട്ടിലങ്ങനെ എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എന്താവും, നമുക്ക് ബോറടിക്കും അല്ലേ. നമ്മുടെ പാരൻസിനായാലും ഏത് സമയം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അപ്പോൾ ബോറടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് പല റിക്രിയേഷൻസ്, പല വിനോദങ്ങളിൽ ഏർപ്പെടാറുണ്ട്. ടൂറ് പോവും, അതുപോലെ തന്നെ പാർക്ക്, പിന്നെ എന്താ പറയുക ലുലു മാൾ, അങ്ങനെയുള്ള പല മാളുകൾ വിസിറ്റ് ചെയ്യാറുണ്ട്. പല ഫെയേഴ്സിന് പങ്കെടുക്കാറുണ്ട് അല്ലേ. സർക്കസ്, അങ്ങനെയുള്ള പല പ്രോഗ്രാംസൊക്കെ കാണാൻ നമ്മുടെ ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്. അതുപോലെ തന്നെ ഗെയിംസ്, ലൂഡോ, കാരം, അതുപോലെ ക്രിക്കറ്റ്, ഫുട്ബോൾ, വോളിബോൾ, പല ഡിഫറെൻറ്റ് എന്താ പറയുക ഔട്ട്ഡോർ ഗെയിംസ്, ഇൻഡോർ ഗെയിംസിലൊക്കെ നമ്മൾ പങ്കെടുക്കാറുണ്ട് അല്ലേ. യെസ്. The different activities we do like reading, watching television and listening to music in our free time is called recreation. മനസ്സിലായോ? നമ്മളുടെ ഫ്രീ ടൈമിൽ, പഠിക്കുന്ന ടൈമിൽ, എക്സാം ടൈമിലൊന്നുമല്ല, ഫ്രീ ടൈമിൽ നമ്മൾ എന്താറുണ്ട്, റീഡിങ്, വാച്ചിങ് മൂവീസ്, അതുപോലെ തന്നെ എന്താണ് ലിസണിങ് മ്യൂസിക്, ഔട്ട് ഫ്രീ ടൈം ഈസ് കോൾഡ്. നമുക്ക് ഫ്രീ ടൈമിൽ നമ്മൾ ഇതെല്ലാം അറ്റൻഡ് ചെയ്യുക അല്ലേ. അതിനെ എന്ത് പറയുക, റിക്രിയേഷൻ എന്ന് പറയുന്നത്. ബാലൻസ് ബിറ്റ്വീൻ വർക്ക് ആൻഡ് പ്ലേ. നമുക്ക് എന്താ പറയുക, ഒരു ബാലൻസ്, ജോലിക്കും അതുപോലെ തന്നെ കളിക്കുന്ന ഒരു ബാലൻസ് വേണം. അതാണ് എന്താണ് ഈക്വൽ ഇമ്പോർട്ടൻറ്റ് ടു ബി ഹാപ്പി ആൻഡ് ഹെൽത്തി. നമ്മുടെ മനസ്സിനും അതുപോലെ തന്നെ നമ്മുടെ ബോഡിക്കും നല്ല ഹെൽത്തി ആയിരിക്കും. ഈ സമയം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു റിലാക്സ് ഉണ്ടാവില്ല. അപ്പോൾ അത് നിൽക്കുമ്പോൾ ഫ്രീ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് കളിക്കും അല്ലേ. അതുപോലെ തന്നെ പല എൻ്റർടൈൻമെൻറ്റിൽ ഏർപ്പെടും. അപ്പോൾ എന്താവും, നമ്മുടെ മനസ്സിനൊരു എന്താ പറയുക, ഒരു റിലാക്സ്, ഒരു സന്തോഷം കിട്ടും. ഓക്കെ. പ്ലേയിങ് ഔട്ട്ഡോർ ഗെയിംസ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. പ്ലേയിങ്ങിൽ ഔട്ട്ഡോർ ഗെയിംസ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഔട്ട്ഡോർ ഗെയിംസ് ആണ് എന്ത് ചെയ്യുന്നത്, ഗുഡ് എക്സസൈസ് ഫോർ അവർ ബോഡി. നമ്മുടെ ആരോഗ്യത്തിന്, നമ്മുടെ ബോഡിക്ക് നല്ല ഹെൽത്തി ആവുന്നത്. ഫോർ എക്സാമ്പിൾ വാക്കിംഗ്, റണ്ണിങ്, അതുപോലെ തന്നെ ഫുട്ബോൾ, ക്രിക്കറ്റ് ബോൾ, വോളിബോൾ, അങ്ങനെ ഔട്ട്ഡോർ ഗെയിംസിൽ നമ്മൾ കൂടുതൽ ഏർപ്പെടുന്നതാണ്. അവർക്ക് നമ്മുടെ ബോഡി നല്ല ഹെൽത്തി ആൻഡ് ഫിറ്റ് ആവാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. Okay, so help us to stay fit and strong. Exercise and recreation help us to relax after the day's work. ഓക്കെ. അപ്പോൾ മനസ്സിലായല്ലോ ഗെയിംസ് എന്താണ്, റിക്രിയേഷൻ എന്താണെന്ന്. നമുക്ക് ഫ്രീ ടൈമിൽ നമ്മുടെ ബോഡിക്ക് റിലാക്സത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തുണ്ട്, പല എൻ്റർടൈൻമെൻറ്റിൽ, പല വിനോദ പരിപാടികളിൽ ഏർപ്പെടാറുണ്ട് അല്ലേ. അത് കൂടുതലും നമ്മൾ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് ഔട്ട്ഡോർ ഗെയിംസിനാണ്. ഔട്ട്ഡോർ ഗെയിംസ് എന്തായിരിക്കും, നമ്മുടെ ബോഡിക്ക് നല്ല ഹെൽത്തി ആവാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ. നെക്സ്റ്റ്, ഗെയിംസ് അറ്റ് സ്കൂൾ. പിന്നെ നമ്മൾ സ്കൂളിൽ പല വിനോദ പരിപാടികളും നമ്മൾ പല ഗെയിംസിൽ ഏർപ്പെടാറുണ്ട് അല്ലേ. പ്രത്യേക PT പീരീഡ് കുട്ടികൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു പീരീഡാണത് PT അല്ലേ. എപ്പോഴും ചെന്നാലും ചോദിക്കും, ഈ ടൈമിലാണ് PT, ഇന്ന് ഞങ്ങൾക്ക് ഫ്രീ PT ഉണ്ടല്ലോ, തേഴ്സ്ഡേ PT ഉണ്ട്, അല്ലെങ്കിൽ സാറ്റർഡേ PT ഉണ്ട് എന്നിങ്ങനെ പറയാറുണ്ട്. PT എന്താണ് എല്ലാവർക്കും അറിയാം, കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പീരീഡാണ്.
ആ പീരീഡ് എന്താണ് നമ്മൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ പീരീഡ് എന്ന് പറയും. ഡ്യൂറിങ് ദിസ് പീരിയഡ് ട്രെയിനിങ് ഇൻ ഗെയിംസ് ലൈക്ക് ഫുട്ബോൾ, ഈ പീരീഡിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാറുണ്ട്, PT ടീച്ചേഴ്സ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനേഴ്സ്, അവരെയാണ് നമ്മൾ PT ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. അവർ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പല ഗെയിംസിനും എന്താ ചെയ്യാറുണ്ട്, പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഫുട്ബോൾ, ഹോക്കി, ക്രിക്കറ്റ് ആൻഡ് ബാസ്കറ്റ് ബോൾ ഈസ് ഗിവൺ. ഓക്കെ. എക്വിപ്മെൻറ്റ് ഫോർ സ്പോർട്സ് ആർ കെപ്റ്റ് ഇൻ സ്പോർട്സ് റൂം. അതുപോലെ തന്നെ നമുക്ക് സ്പോർട്സിന് വേണ്ടിയിട്ട് പല എക്വിപ്മെൻറ്റ്സ് നമ്മൾ സ്കൂളിൽ അവൈലബിൾ ആയിരിക്കും. അതൊക്കെ എവിടെ എടുത്ത് വയ്ക്കുക, ലൈബ്രറിയിലാണോ? അല്ല, പിന്നെ എവിടെ? ക്ലാസ് റൂമിൽ? നോ. ദാറ്റ് ഈസ് കെപ്റ്റ് ഇൻ അവർ സ്പോർട്സ് റൂം. സ്പോർട്സ് റൂമിനായിട്ട് റൂമുണ്ട്, അവിടെയാണ് നമ്മുടെ സ്പോർട്സ് എക്വിപ്മെൻറ്റ്സ് ഒക്കെ കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ചിൽഡ്രൻ ചൂസ് ദ ഗെയിംസ് ആസ് പെർ ദെയർ ഇൻട്രസ്റ്റ്. കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് ഇൻട്രസ്റ്റ് ആയ ഗെയിംസ് അവർ സെലക്ട് ചെയ്യും. ആ ഗെയിംസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രാക്ടീസ് ചെയ്ത് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത്. ഓൾ അറ്റ് ടൈംസ് ദേ എൻഡ് അപ്പ് ആർഗ്യൂയിങ് ആൻഡ് ഫൈറ്റിംഗ് വൈൽ പ്ലേയിങ്. ആ പ്ലെയിങ് ടൈമിൽ എന്ത് ചെയ്യാറുണ്ട്, കുട്ടികൾ അടി ഉണ്ടാക്കാറുണ്ട് അല്ലേ? ഏത് ടീമാണ്, ഞാൻ ഏത് ടീമിലായിരിക്കും, ഏത് ടീമാണ് ജയിക്കുക, നിങ്ങൾ കള്ളക്കളി കളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പല കുട്ടികളും ഫൈറ്റ് ചെയ്യാറുണ്ട്. ടീച്ചേഴ്സ്, കോച്ചസ് ആൻഡ് ടീം ക്യാപ്റ്റൻസ് ഹെൽപ്പ് ദം ടു സോൾവ് ദ പ്രോബ്ലം ആൻഡ് ഡിഫറൻസ്. എന്താണ്, അപ്പോൾ ടീച്ചേഴ്സ് അതുപോലെ തന്നെ ഓരോ ടീമിനും ഒരു ക്യാപ്റ്റൻ ഉണ്ടായിരിക്കും. അവരാണ് എന്ത് ചെയ്യുന്നത്, ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. Healthy arguments and fair play are encouraged so that they can learn to play games with true sportsman spirit. അപ്പോൾ എന്താണ്, ആ സ്പോർട്സ്മാൻ സ്പിരിറ്റ് വേണം. ഒരു സ്പിരിറ്റ് ഉണ്ടെങ്കിൽ എന്താവുള്ളൂ, നമുക്ക് സ്പോർട്സിലൊക്കെ നല്ല വിജയം കൈവരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ എന്ത് വേണം, അതിൻ്റെ സ്പിരിറ്റ് ആവേശം നമുക്ക് ആവശ്യമാണ്. ഓക്കെ. നെക്സ്റ്റ്, റൂൾസ് ഓഫ് ഗെയിംസ്. ഇനി ഓരോ ഗെയിംസിനും എന്തുണ്ട്, അതിൻ്റേതായ റൂൾസ് ഉണ്ട്. ഇപ്പോൾ ഫുട്ബോൾ കളിക്കുമ്പോൾ ഫുട്ബോളിനൊരു റൂൾസ് ഉണ്ട് അല്ലേ, ടീമിനെ കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ നമ്മൾ അറിയണം. അതുപോലെ ബാസ്കറ്റ് ബോൾ ആയാലും ക്രിക്കറ്റ് ആയാലും ടെന്നീസ് ആയാലും നമ്മുടെ ഇൻഡോർ ഗെയിംസ് ലൂഡോ, ലാഡോ, അങ്ങനെയുള്ള കാരോം, അങ്ങനെയുള്ള പല ഇൻഡോർ ഗെയിംസ് ഉണ്ടല്ലോ, അതിനൊക്കെ ഓരോ റൂൾസ് ഉണ്ട്. ആ റൂൾസ് എന്ത് ചെയ്യണം, നമ്മൾ അറിഞ്ഞിരിക്കണം. Every game only one team or a person wins and the other team or player as to lose. ഇപ്പം നമ്മൾ ഓരോ ടീമിലും ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു എതിർ ടീം ഉണ്ടാവുമല്ലോ. ഏതെങ്കിലും ടീം പരാജയപ്പെടും, അത് ഉറപ്പാണ്. ഒരു ടീം വിന്നാവും, ഒരു ടീം എന്തായിരിക്കും, പരാജയപ്പെടും. അപ്പം നമ്മൾ വിന്നാവാനും അതുപോലെ നമ്മുടെ ടീം പരാജയപ്പെട്ടാലും നമ്മൾ എന്ത് ചെയ്യണം, ആ പരാജയം നമ്മൾ തിരിച്ചറിഞ്ഞ് അത് ഏറ്റുവാങ്ങാൻ നമ്മൾ തയ്യാറാണോ, അല്ലാതെ അവിടെ നിന്ന് അടി ഉണ്ടാക്കരുത്. Therefore, we should be mentally prepared and given touch competition to the opponents in the game so that people remember the game. നമ്മൾ ആ കളിയെക്കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കണം. ആ പരാജയപ്പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ പിന്മാറണം. ചില കുട്ടികൾ എന്ത് ചെയ്യും, തീരെ പിന്മാറില്ല. അവരെന്ത് ചെയ്യും, അവിടെ നിന്ന് അടി ഉണ്ടാക്കും. Always aim to win, but be ready to accept defeat gracefully. This is sign of a great sportsman. അപ്പോൾ എന്ത് ചെയ്യണം, അത് അറിഞ്ഞിരിക്കുന്ന ഒരാളാണെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം, ആ ടീമിൽ നിന്ന് അങ്ങോട്ട് പിന്മാറണം. അതാണ് ഒരു കറക്റ്റ് സ്പോർട്സ്മാൻ പേഴ്സൺ. ഓക്കെ. There are certain rules which one has follows while playing as the. അപ്പോൾ എന്താണ്, ഇതിനൊരു റൂൾസ്, ഓരോ പ്ലേയിങ്ങിന് ഓരോ റൂൾസ് ഉണ്ട്. ഇനി ആ റൂൾസാണ് പറയുന്നത് കേട്ടോ. ബിഫോർ സ്റ്റാർട്ടിങ് എനി ഗെയിം അണ്ടർസ്റ്റാൻഡ് വെൽ ദ ഡൂസ് ആൻഡ് ഡോൺട്സ് ഓഫ് ദ ഗെയിം. ഇപ്പോൾ ഓരോ സ്റ്റാർട്ടിങ്ങിലും അതിനെന്തൊക്കെ ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യരുതാത്തത് എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ഫസ്റ്റാണ് കേട്ടോ. ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ആ ഗെയിമിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയണം. അതിൽ ചെയ്യാൻ പാടില്ലാത്തതും അതിൽ ചെയ്യേണ്ടതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ്, റെസ്പെക്ട് ദ പ്ലെയേഴ്സ്. അതിലുള്ള എല്ലാ പ്ലെയേഴ്സിനെയും നമ്മൾ എന്ത് ചെയ്യണം, റെസ്പെക്റ്റ് ചെയ്യണം. നെക്സ്റ്റ്, ബി പേഷ്യൻ്റ് ആൻഡ് കം. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, നല്ല ക്ഷമയോടുകൂടെ നമ്മൾ എന്തിനും നേരിടാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇന്നാവും അല്ലെങ്കിൽ നമ്മൾ ഔട്ടാവും. അപ്പോൾ എന്തും നമ്മൾ നേരിടാൻ നമ്മൾ തയ്യാറായിരിക്കണം. പ്ലേ ഫെയർലി. നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കളിക്കണം. അക്സെപ്റ്റ് പണിഷ്മെൻറ്റ് ആഫ്റ്റർ മിസ്കോണ്ടാക്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അവർ കോണ്ടാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും പണിഷ്മെൻറ്റ് നമുക്ക് കിട്ടും. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അത് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണ്. ഓക്കെ. സോർട്ട് ഔട്ട് ദ പ്രോബ്ലം ആൻഡ് റീസ്റ്റാർട്ട് ദ ഗെയിം ആസ് സൂൺ ആസ് പോസിബിൾ. നമ്മളെന്തെങ്കിലും ഇപ്പോൾ പ്രോബ്ലം ഉണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് നമ്മുടെ പ്ലേ സ്റ്റോപ്പ് ചെയ്തിട്ട്
ആ പ്രോബ്ലം സോൾവ് ചെയ്തെന്ന് പറഞ്ഞാൽ പരിഹരിക്കണം, എന്നിട്ട് നമ്മളത് റീസ്റ്റാർട്ട് ചെയ്യണം. അല്ലാതെ ആ പ്രോബ്ലം വെച്ചിട്ട് അവനവിടെ ഒരു ആൾ താഴെ വീണിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ആ താഴെ വീണ ആളവിടെ ഇട്ടിട്ട് നമ്മൾ ഗെയിം നമ്മുടെ കണ്ടിന്യൂ ചെയ്യില്ല. എന്ത് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്ത് പ്രോബ്ലം സോൾവ് ചെയ്തതിന് ശേഷം വേണം എന്ത് ചെയ്യണം, അത് കണ്ടിന്യൂ ചെയ്യാൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒരു ഗെയിംസിൻ്റെ റൂൾസാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഏത് ഗെയിം ആയാലും ഇൻഡോർ ആയാലും ഔട്ട്ഡോർ ആയാലും അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ഐഡൻറ്റിഫൈ ദ നെയിംസ് ഓഫ് സ്പോർട്സ്. ഇവിടെ 3 സ്പോർട്സിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം, ഐഡൻറ്റിഫൈ ചെയ്യണത് ഏതാ? ഷട്ടിൽ, സെക്കൻഡ് ഫുട്ബോൾ, തേർഡ് വോളിബോൾ. ഇവിടെ നിങ്ങൾ എഴുതണം കേട്ടോ ഏതാന്ന് വെച്ചാൽ. ഫസ്റ്റ് ഷട്ടിൽ, സെക്കൻഡ് ഫുട്ബോൾ, തേർഡ് വോളിബോൾ. ഓക്കെ, നെക്സ്റ്റ് ഗെയിംസ് അറ്റ് ഹോം. ഇത് നമ്മുടെ വീട്ടിൽ കളിക്കുന്ന ഗെയിംസ്. അറ്റ് ഹോം ചിൽഡ്രൻ പ്ലേ ഇൻഡോർ ഗെയിംസ് ലൈക്ക്. വീട്ടിൽ നമ്മൾ കൂടുതൽ എന്താണ്, ഇൻഡോർ ഗെയിംസ് ആണ് കളിക്കുക അല്ലേ. ഇപ്പോൾ നമ്മൾ കൂടുതൽ കൊറോണയൊക്കെ വീട്ടിലിരിക്കുന്നത് എന്താണ്, നമ്മുടെ ഇൻഡോർ ഗെയിംസ് ഇപ്പോൾ കൂടി, ഔട്ട്ഡോർ ഗെയിംസ് കുറയുകയും ചെയ്തു. ഗെയിംസ് ലൈക്ക് ചെസ്, സ്നേക്ക് ആൻഡ് ലാഡേഴ്സ്, പാമ്പും കോണി എന്നൊക്കെ പറയാറില്ലേ അത്, കാരോം, ലൂഡോ ആൻഡ് കാർഡ്സ് വിത്ത് ഫ്രണ്ട്സ് ആർ ഫാമിലി മെമ്പേഴ്സ്. ഇപ്പോൾ നമ്മുടെ പാരൻസുമായിട്ടൊക്കെ നമ്മൾ കളിക്കാറുണ്ട്. ഫോളോ ഗെയിംസ് റൂൾസ് അറ്റ് ഹോം ആൾസോ. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ വീട്ടിലാകുമ്പോൾ എന്ത് ചെയ്യണം, നമ്മുടെ ഗെയിംസ് റൂൾസ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, വിന്നായാലും അതേപോലെ പിന്നെ ഔട്ടായാലൊക്കെ എന്ത് ചെയ്യണം, നമ്മളത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവണം. നെക്സ്റ്റ്, ചിൽഡ്രൻ ആൾസോ പ്ലേ ഔട്ട്ഡോർ ഗെയിംസ് ലൈക്ക്. ഇങ്ങനെയൊക്കെ ഔട്ട്ഡോർ ഗെയിംസ് ക്രിക്കറ്റ്, കുക്കോ, ഹൈഡ് ആൻഡ് സീക്ക് എന്നാണ് ഒളിച്ചു കളി, ലാംഗ്രി ടാൻ ആൻഡ് സ്റ്റാമ്പു വിത്ത് ദെയർ ഫ്രണ്ട്സ് ഇൻ ദ നെയ്ബർഹുഡ്. നമ്മുടെ വീട്ടിലടുത്തുള്ള കുട്ടികളുമായിട്ടൊക്കെ കളിക്കുന്ന കളികളാണ് അല്ലേ. നമ്മൾ കൂടുതൽ കളിക്കുന്നതൊക്കെയാണ് ക്രിക്കറ്റ്, കൊക്കോ, ഹൈഡ് ആൻഡ് സീക്ക് അല്ലേ. ദെൻ ലാംഗ്രി ടാൻ ആൻഡ് സ്റ്റാമ്പു വിത്ത് ദെയർ ഫ്രണ്ട്സ്, നമ്മുടെ അടുത്തുള്ള കുട്ടികളൊക്കെ കൂടിയിട്ട് നമ്മൾ കളിക്കുന്ന ഔട്ട്ഡോർ ഗെയിംസാണ്. ഗെയിം ടൈം ഈസ് ദ ബെസ്റ്റ് ടൈം ഓഫ് ദ ഡേ. ഇറ്റ് ഈസ് എ ഗുഡ് ഫോം ഓഫ് റിക്രിയേഷൻ. പ്ലേയിങ് ഹെൽപ്സ് ദ ചിൽഡ്രൻ ടു ഇൻട്രാക്ട് വിത്ത് ഈച്ച് അതർ ഇൻ എ ഹെൽത്തി വേ ആൻഡ് മേക്ക് ന്യൂ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ കളിക്കുന്ന സമയത്ത് നമ്മൾ അടുത്തുള്ള കുട്ടികളുമായി നിങ്ങൾക്കൊന്ന് കോണ്ടാക്ട് ചെയ്യാനും അവരുമായി നല്ലൊരു ബന്ധം സ്ഥാപിച്ചെടുക്കാനൊക്കെ നമുക്ക് കഴിയും. വൈൽ പ്ലേയിങ് ഗെയിംസ് we learn to cooperate, work together and develop team spirit. ഈ ഔട്ട്ഡോർ ഗെയിംസിലൂടെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ്, നേട്ടങ്ങൾ എന്തൊക്കെയാണ്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതാണ് കുറച്ച് എന്താ പറയുക ഒരു ബ്ലാക്കിൽ കൊടുത്തിട്ടുള്ളത്. വൈൽ പ്ലേയിങ് ഗെയിംസ് വി ലേൺ ടു കോഓപ്പറേറ്റ്, നമുക്ക് മറ്റുള്ളവരുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കുക, സഹകരണ മനോഭാവം, അതുപോലെ വർക്കിംഗ് ടുഗദർ, ഒന്നിച്ച് നമുക്ക് പ്ലേ ചെയ്യാൻ, അതുപോലെ ആൻഡ് ടീം സ്പിരിറ്റ്, നല്ലൊരു ടീം സ്പിരിറ്റ്, കളിക്കാനുള്ളൊരു ഉന്മേഷം നമുക്ക് കിട്ടുന്നു. ഇതാണ് ആ ഔട്ട്ഡോർ ഗെയിംസിലൂടെ നമുക്ക് കിട്ടുന്നത്. പ്ലേയിങ് ഗെയിംസ് വി ലേൺ കോഓപ്പറേഷൻ, വർക്കിംഗ് ടുഗദർ ആൻഡ് ഡെവലപ്പ് ടീം സ്പിരിറ്റ്. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ. ഇതിൽ ഗെയിംസ് എന്താണ്, റിക്രിയേഷൻ എന്താണ്, അത് നമ്മൾ ഗെയിംസ്, സ്കൂളിലെ ഗെയിംസ്, അപ്പോൾ സ്പോർട്സ് എക്വിപ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ കീപ്പ് ചെയ്യുന്നത് ഇവിടെ സ്പോർട്സ് റൂമിലാണ്. അതുപോലെ റൂൾസ് ഓഫ് ഗെയിംസ് എന്തൊക്കെയാണ്, ബിഫോർ സ്റ്റാർട്ടിങ് ദ ഗെയിംസ്, ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപേ ആ ഗെയിംസിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ്, റെസ്പെക്ട് ദ പ്ലെയേഴ്സ്, ബി പേഷ്യൻ്റ് ആൻഡ് കാം, ബി ഫ്ലെയർലി, അക്സെപ്റ്റ് പനിഷ്മെൻറ്റ് ആൻഡ് മിസ്കോണ്ടക്റ്റ്, സോർട്ട് ഓഫ് ദ പ്രോബ്ലം, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് റീസ്റ്റാർട്ട് ചെയ്ത് സോൾവ് ചെയ്തതിന് ശേഷം വേണം എന്ത് ചെയ്യണം, അത് റീസ്റ്റാർട്ട് ചെയ്യാൻ. പിന്നെ നമ്മൾ ഇൻഡോർ ഗെയിംസും ഉണ്ട്, ഔട്ട്ഡോർ ഗെയിംസും ഉണ്ട് അല്ലേ. ഇൻഡോർ ഗെയിംസ് ഏതൊക്കെയാണ്, ചെസ്സ്, സ്നേക്ക് ആൻഡ് ലാഡർ, കാരം, ലോഡോ ആൻഡ് കാർഡ്സ്. വീട്ടിലാണെങ്കിൽ നമ്മൾ ഇൻഡോർ ഗെയിംസ് ആയിരിക്കും. എന്നാൽ ഔട്ട്ഡോർ ഗെയിംസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം, ചിലപ്പോൾ ഔട്ട്ഡോർ ഗെയിംസിന് നെയിം ചോദിക്കാം. ഏതൊക്കെയാണ്, ക്രിക്കറ്റ്, കൊക്കോ, ഹൈഡ് ആൻഡ് സീക്ക്, പിന്നെ നിങ്ങൾക്കറിയാം വോളിബോൾ, ഫുട്ബോൾ, അതെല്ലാം ഔട്ട്ഡോർ ഗെയിംസ് ആണ് കേട്ടോ. പിന്നെ നമുക്ക് ഔട്ട്ഡോർ ഗെയിംസിലൂടെ കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, വി പ്ലേയിങ് ഗെയിംസ് വി ലേൺ ടു കോഓപ്പറേറ്റ്, വർക്കിംഗ് ടുഗദർ ആൻഡ് ഡെവലപ്പ് ടീം സ്പിരിറ്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇനി ഇത് നമുക്കൊരു സ്റ്റോറി പോലെ പോവാം. അതർ വേസ് ഓഫ് റിക്രിയേഷൻ. ഈ റിക്രിയേഷൻ വിനോദങ്ങളുടെ രീതികളാണ്. വിസിറ്റിംഗ് പ്ലേസസ് ലൈക്ക്, ഇപ്പം നമ്മൾ വിനോദത്തിന് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലേക്ക് പോവാറുണ്ട്. ഏതൊക്കെയാണ്, വിസിറ്റിംഗ് പ്ലേസസ് ലൈക്ക് ഫ്ലവർ ഷോ, എക്സിബിഷൻ, ബുക്ക് ഫെയർ,
dog show, magic show, puppet show, zoo, park, amusement park, circus, fun fair and mela is also ways of recreation. അല്ലേ? ഇതിനൊക്കെയാണ് നമ്മൾ റിക്രിയേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നീ ഒരു കോളം കണ്ടോ, ഒരു യെല്ലോ കോളം. ഇത് വിസിറ്റ് ഇവർ സീമ ആൻഡ് റീമ ഇവരെന്താണ്, ഇവർ പല സ്ഥലങ്ങൾ സർക്കസ് എന്താ പറയുക പല മേളകളിലൊക്കെ പങ്കെടുത്തതും അവിടെയൊക്കെ പോയതും പല എന്താ പറയുക പല ഗെയിംസിൽ ഏർപ്പെട്ടതൊക്കെയാണ് കേട്ടോ. അത് നിങ്ങൾ എന്ത് ചെയ്യണം, നന്നായി റീഡ് ചെയ്യണം. ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. വിസിറ്റ് ടു ഫെയർ. Zima and Rima loved to go the fair. Last Sunday they went to a fair with other parents and then with their parents. പേരൻസിൻ്റെ കൂടെ അവർ എവിടേക്ക് പോയി, ഫെയർ പോയി. ദർ വാസ് എ ലോട്ട് ഓഫ് ഹസ്റ്റിൽ ആൻഡ് ബസ്. അവിടെ എന്താണ് ഭയങ്കര തിക്കും തിരക്കായിരുന്നേ, നല്ല എന്താ പറയുക പീപ്പിൾസ് ആൾക്കൂട്ടുണ്ട്. വെറൈറ്റി തിങ്സ് വേർ സോൾഡ്. അവർ പല സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചു. ഏതൊക്കെയാണ്, കളർഫുൾ ബാംഗിൾസ്, ടോയ്സ്, ഹെയർ ബാൻഡ്സ്, ക്ലേ ആൻഡ് വുഡൻ ടോയ്സ്, ഷൂ, ക്ലോസ്, ഈറ്റബിൾ, ഷുഗർ കാൻഡിൽസ്, ഐസ്ക്രീം എക്സെട്ര. ഓക്കെ, ഇതൊക്കെ അവരെന്ത് ചെയ്തു, അവിടെ നിന്ന് വാങ്ങിച്ചു. എന്നിട്ട് അവരെന്ത് ചെയ്തു, സോ മെറി ഗോ റൗണ്ട് ആൻഡ് ആനിമൽ സീറ്റ്സ് ഫോർ ചിൽഡ്രൻ. പിന്നെ അവർ പാർക്കിലേക്ക് പോയി. അവിടെ എന്താണ് പല എന്താ പറയുക ടോയ്സ് ഉണ്ട്, അതിൽ കുട്ടികൾക്ക് ഇരിക്കാൻ വേണ്ടി. നിങ്ങൾ കണ്ടില്ലേ ലയൺസിൻ്റെ ഒക്കെ മൗത്ത് അവിടെയൊക്കെ ഇരിക്കുക, ഇങ്ങനെ അങ്ങനെ പല റൈഡ് ഉണ്ട്, ട്രെയിൻ റൈഡ്, ആനിമൽസ് റൈഡ്. അവരിഷ്ടമുള്ള ഒരു റൈഡിൽ തിരഞ്ഞെടുത്തു. എൻജോയ് റൈഡ് ടു വീഡ് ഔട്ട് ദ പാരൻസ്. നെക്സ്റ്റ് ദേ സോ ടോയ് റെയിൻ. പിന്നെ അവരെന്താണ് ടോയ് റെയിൻ ആണ് കണ്ടത്. അവരതിൽ കയറി. ഡാർക്ക് ടോൺസ് ആൻഡ് ചിൽഡ്രൻ വേർ സ്കാർട്ടഡ് ആൻഡ് ദേ സ്റ്റാർട്ടഡ് സ്ക്രീമിങ്. ബട്ട് സൂൺ ദേ വർ ബാക്ക് ടു ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്സ് ആൻഡ് വുഡ് സീ ദെയർ പാരൻസ്. അവരെന്ത് ചെയ്തു, അതിലെല്ലാം നന്നായി റൗണ്ട് ചെയ്തിട്ട് ലാസ്റ്റ് എവിടെ എത്തി, സ്റ്റാർട്ടിംഗ് പോയിന്റ്സിൽ തന്നെ എത്തി. ആസ് ദേ വാക്ക്ഡ് ahead, they came to a corner where there were a number of game stalls. പിന്നെന്താണ്, പിന്നെ അവിടെ ഒരുപാട് വീണ്ടും ഗെയിംസ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. സീമ ആൻഡ് റീമ ട്രൈഡ് ടു പ്ലേ സം ഓഫ് ദം. ദെൻ ദേ വെന്റ് ടു ദ ട്രൈ ആൻഡ് ലക്ക് സ്റ്റാൾ. ഹാഡ് ദ ത്രോ റിങ്സ് ഓൺ ദ ഐറ്റംസ്. പിന്നെന്താണ്, ഇങ്ങനെ റിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എറിയുന്നതുണ്ടല്ലോ, അതിലവർ ഏർപ്പെട്ടു. ഈച്ച് റൈറ്റ് ത്രോ ഹാഡ് എ ഗിഫ്റ്റ്. ബോത്ത് ഓഫ് ദം ഗോട്ട് എ ടോയ് ഈച്ച്. പിന്നെ അവർക്ക് എന്താ വിന്നായ അവിടുന്ന് ചെറിയൊരു ഗിഫ്റ്റ് കിട്ടും, അത് കിട്ടി. ദെൻ വേ ആർ വെരി ഹാപ്പി. ചിൽഡ്രൻസ് വേർ ടയർഡ് ടു നോ. അപ്പോൾ അവരെന്ത് ചെയ്തു, ടയർഡായി. കുറേ ഒക്കെ പങ്കെടുത്ത് പല ഗെയിംസിൽ അവർ ഏർപ്പെട്ടു. പിന്നെ പല റൈഡ്സിൽ അവർ കയറി. പിന്നെ എന്ത് അപ്പോൾ അവർക്ക് എന്ത് ചെയ്തു, പിന്നെ ടയർഡായി. സോ ദേ ഡിസൈഡഡ് ടു ഈറ്റ് സംതിങ്. പിന്നെ അവരെന്ത് ചെയ്തു, എന്തെങ്കിലും കഴിക്കാൻ തീരുമാനിച്ചു. Their father told them to avoid eating uncovered food. അപ്പോൾ ഫാദർ പറഞ്ഞു ഒരിക്കലും അൺകവേർഡ് ഫുഡ്, ഞാൻ നേരത്തെ പറഞ്ഞില്ല നമ്മുടെ EVSലുണ്ടല്ലോ, ഒരിക്കലും മൂടി വയ്ക്കാത്ത തുറന്നു വെച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കരുത്. സോ ചിൽഡ്രൻ ഡിസൈഡഡ് ടു ഈറ്റ് ഐസ്ക്രീം ആൻഡ് ചിപ്സ്. അപ്പോൾ അവർ ഐസ്ക്രീമും ചിപ്സും കഴിക്കാൻ തീരുമാനിച്ചു. ആൻഡ് ദെൻ ആസ് ദേ വാക്ക്ഡ് ദേ സോ എ മജിഷ്യൻ പെർഫോമിങ് സം ട്രിക്സ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അവരെന്ത് ചെയ്തു, ഒരു മാജിക് ഷോ ഉണ്ട്, അവിടെ പോയിട്ട് ഒരു മജിഷ്യൻ്റെ ട്രിക്സ് എല്ലാം കണ്ടു. They spent some time watching tricks. They were impressed by the tricks. They bought magic kit. ഒരു മാജിക് കിറ്റ് വാങ്ങി from the nearby stall as they wanted to try these tricks at home. അവരെന്ത് ചെയ്തു, ഇതൊക്കെ ഒരു മാജിക് ബോക്സ് ഉണ്ട്, അത് വാങ്ങിയിട്ട് എന്ത് ചെയ്യണം, ഇതൊക്കെ നമുക്ക് വീട്ടിൽ പോയിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കണം എന്ന് തീരുമാനിച്ചു. They also tried a shooting game, but now it had started getting dark. Therefore they decided to go at home. പിന്നെന്തായി, പിന്നെ അങ്ങനെ സമയം ഇങ്ങനെ ഇരുട്ടി വരാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ രാത്രിയാവാൻ തുടങ്ങി. അപ്പോൾ അവരെന്ത് ചെയ്തു, ഇനി മതി നമുക്ക് വീട്ടിൽ പോകാമെന്ന് തീരുമാനിച്ചു. ഇത് നിങ്ങൾ ഒരു സ്റ്റോറിയാണ് കേട്ടോ, അത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇതൊന്ന് വായിച്ചു നോക്കാം. മിസ് അതിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മലയാളം പറഞ്ഞു തന്നാണ്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ സിമ്പിളാണ്, നിങ്ങൾക്ക് കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഒരു ചാപ്റ്ററാണ്. നമുക്ക് എന്താണ് ഗെയിംസാണ്, റിക്രിയേഷൻ എന്താണ്, സ്കൂളിലെ ഗെയിംസിനെ കുറിച്ച്, റൂൾസ് ഓഫ് ഗെയിംസ്, അതുപോലെ ഗെയിംസ് അറ്റ് ഹോം, പിന്നെ റിക്രിയേഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ കവർ ചെയ്തത് അല്ലേ. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ടെക്സ്റ്റ് വർക്ക് കൂടെ ഒന്ന് ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ.